ഈ മോഷണത്തിന്റെ ടെക്നിക്കൊക്കെ ഈ ഇത്രയും കാലം കൊണ്ട് പഠിച്ചു. ഇത് പഠിച്ചതൊക്കെ പ്രാവർത്തികമാക്കിയ ആദ്യത്തെ പ്രധാന മോഷണം ഏതായിരുന്നു? ഏറ്റവും ത്രില്ലിംഗ് ആയ ഒരു മോഷണം? കൊല്ലത്ത് കൊട്ടിയം എന്നും പറഞ്ഞൊരു സ്ഥലമുണ്ട്. അവിടെ ഞാൻ കൊട്ടിയം ശീലം കണ്ടിട്ട് ഇങ്ങനെ മയ്യനാട്ടേക്ക് പോവുകയാണ്. കൊട്ടിയം വഴി മയ്യനാട് വരുന്നതിന് 5 കിലോമീറ്റർ ഉണ്ട്. 3 കിലോമീറ്റർ നടന്നു കഴിഞ്ഞാൽ എനിക്കിങ്ങ് തിരിച്ച് വീട്ടിൽ ചെല്ലാം. അപ്പം ഇങ്ങനൊരു റൗണ്ടാണ് മാതിരി. ഞാൻ ഇവിടുത്തെ സിനിമയും കണ്ടിട്ട് ഇങ്ങനെ നടക്കും. 8 കിലോമീറ്ററേ ഉള്ളൂ. അപ്പം കൊട്ടിയം ജംഗ്ഷനിൽ നിന്ന് 2 കിലോമീറ്റർ മുമ്പോട്ട് നടന്ന് മയ്യനാട് റൂട്ടിൽ നടന്ന് വരുമ്പോൾ 2 നിലകളിൽ മേളിൽ പിന്നെ AC വർക്ക് ചെയ്യുന്നുണ്ട്. 2 നിലയുള്ള വീടിൻ്റെ മേളിൽ, താഴെയൊന്നും ഒന്നുമില്ല. അപ്പം വീട് ഇച്ചിരി ഉള്ളോട്ടാണ്. കുറച്ചുള്ളില്ല, കുറച്ച് പറമ്പുണ്ട്. എന്നിട്ട് തന്നെ നടുക്ക് സിമെന്റ് പാതയും സൈഡിൽ പൂച്ചട്ടും ചെടിയൊക്കെ വെച്ചിരിക്കുന്നതാണ്. അപ്പം ഞാൻ വിചാരിച്ചോളൂ ഇത് വലിയ വീട് AC മേടി ഒരു AC. അപ്പോൾ താഴെ വിചാരിക്കും ശരി എന്നാൽ ഒന്ന് നോക്കാം. ഗേറ്റിൻ്റെ അടുത്ത് തന്നെ അവിടെ ഒരു പട്ടി ഇരിക്കുന്നു. ഏതാണ്ട് എൻ്റെ അത്രയുണ്ട് ആ പട്ടി. അത് ഇരിക്കുകയാണ്, മെയിൻ ഗേറ്റിലോട്ട് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അവരുടെ വീടിൻ്റെ പോർട്ടിക്ക് വരും. എന്നെ ഒന്ന് നോക്കും, ഞാൻ റോഡിൽ വയ്ക്കുന്നുണ്ടായിരിക്കും, അത് ഒന്നും മിണ്ടത്തില്ല. അങ്ങോട്ട് വന്ന് നോക്കും, ഇങ്ങോട്ട് നോക്കും, ഇടതോട്ടും വലതോട്ടും നോക്കും, വീണ്ടും ഫ്രണ്ടിലോട്ട് നോക്കും, വീണ്ടും ഇടതോട്ടും വലതോട്ടും നോക്കും. ഇച്ചിരി കഴിഞ്ഞുതന്നെ അത് അങ്ങ് എഴുന്നേച്ചിട്ട് അതൊക്കെ അങ്ങനെ നടന്നു പോയി. ഉടനെ അതേമാതിരി ഒരെണ്ണം ഇവിടെ വന്നെങ്കിരുന്നു. വേറൊരു പട്ടിയാ. അത് നമ്മളെ ഗേറ്റിലോട്ട് നോക്കും, അങ്ങോട്ട് നോക്കും, ഇങ്ങോട്ട് നോക്കും. ഇത് റൗണ്ട് ചെയ്തിങ്ങി വരുമ്പോഴത്തേക്ക് ഇവിടെ ഈ വീട്ടിൻ്റെ ആ ഭാഗത്ത് വരുമ്പോൾ ഇവൻ കാണും, പോയി എഴുതേക്കും. ഉടനെ ഇവ ഇവിടെ വന്നിരിക്കും. ഞാൻ വിചാരിച്ചടാ ഇത് കൊള്ളാമല്ലേ, ചെയ്യുന്നെങ്കിൽ ഇവിടെ വേണം ചെയ്യാൻ. എങ്ങനെ കയറും? ഒരു നിവർത്തിയില്ല. അടുത്ത വീട്ടിൽ ചെന്നു. അപ്പോൾ അടുത്ത വീട്ടിൽ ചെന്നിട്ട് അവിടെ നിന്ന് 2ാമത്തെ കയറാൻ പറ്റും. താഴെ മരുതമയ്ക്കത്തില്ല, ഉറപ്പാ. അടുത്ത വീട്ടിൽ നിന്ന് കയറാനാണോ ശ്രമം? അങ്ങനെ അവിടെ ചെന്ന് നോക്കിയപ്പം സൂക്ഷം പോലെ അവിടെ ഏണി വെച്ചിട്ടുണ്ട്. കുരുമുളകൊക്കെ പറഞ്ഞാൽ ഏണി വെച്ചിട്ടുണ്ട്. അതെടുത്തു അവിടെ അവരുടെ വീട്ടിൻ്റെ മതിൽ കയറുന്നുണ്ട്. അവരുടെ വീട്ടിലെ ഷൻ സൈഡിൽ വെച്ചിട്ട് ഈ മതിൽ ചെയ്യുന്നുണ്ട്, അപ്പുറത്തെ വീട്ടിലെ ഷൻ സൈഡിൽ വെച്ചു. എന്നിട്ട് കയറി ഈ ഷൻ സൈഡിൽ കൂടെ പോവുകയാണ്. അപ്പോൾ മറ്റേ പട്ടി റൗണ്ട് ചെയ്ത് തോന്നും. അവിടെ വന്നപ്പോൾ ഈ പട്ടിക്ക് എന്തോ ഒരു ഡൗട്ട്, പക്ഷെ മേപ്പോട്ട് നോക്കുന്നില്ല. അവന് മേപ്പോട്ട് നോക്കാൻ ട്രെയിനിങ് കൊടുത്ത് കാണത്തില്ല. അവൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നോക്കി ഒരൊന്ന് സ്ലോ ചെയ്ത് അവൻ പോയി. അപ്പോഴത്തേക്ക് ഞാൻ മേളിൽ ചെന്ന് മേളിൽ ഫ്രണ്ട് സൈഡിൽ ഇറങ്ങി ജനൽ കമ്പി വളച്ചു. അതൊക്കെ എങ്ങനെ എത്ര എളുപ്പത്തിൽ വളയ്ക്കാൻ പറ്റുമോ? കമ്പിക്കൊരു വർമ്മമുണ്ട്. ആ വർമ്മം അറിയാവുന്ന കമ്പി പിടിച്ചു കഴിഞ്ഞാൽ കമ്പി നിലവിളിക്കും, അയ്യോ ഒന്നും ചെയ്യല്ലെന്ന് പറഞ്ഞോളൂ. അത് നിങ്ങൾ ഗ്രില്ല് വെച്ച ജനലുകളായാലും ശരി, ഗ്രില്ല് വെച്ച വാതിലുകളായാലും ശരി തന്നെ. ഇത് വെറും കൈ പിടിച്ചാൽ പോരുമോ? മാത്രമല്ല ഇത് ഫിറ്റ് ചെയ്തിരിക്കുന്ന എവിടെയാ? തടിക്കകത്തല്ലേ. തടി എന്ത് പറയുന്നത് ഈ ഇട്ടിക്ക് അതായത് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. എന്നാലും നമ്മൾ ഇത്രയല്ലേ ഉള്ളൂ. ഇത് ഇവനെ പിടിച്ച് വളയ്ക്കണമെങ്കിൽ ഭീമസേനൊന്നും അല്ലല്ലോ. 7.5 അടി പൊക്കമുള്ള മതിൽ, 5 അടി പൊക്കമുള്ള ഞാൻ എങ്ങനെ അപ്പുറത്ത് പോകും? അതൊക്കെ അത് ചാടിക്കിടക്കാം. ഈ പക്ഷെ 7 അടി ഉയരമുള്ള മതിൽ പൊട്ടിക്കണമെന്ന് പറഞ്ഞാൽ നടക്കുമോ? ഇല്ല, അത് എങ്ങനെ പിന്നെ എന്തൊരു ഹൈ ജമ്പ് ചാടാനോ? അല്ലെങ്കിൽ ഇത് പിന്നെ വേറെ എങ്ങനെ സാറ് പറഞ്ഞു പിടിച്ചള്ളി 5 അടി പൊക്കമുള്ള ചാടിയാലും അവിടെ ഒരു തൂവും. മാത്രമല്ല ചാടിയാലും ഈ കാല് പൊങ്ങി വരണം, അവിടെ വരണം. മേലെ കുപ്പിച്ചില്ല. അല്ല അതൊക്കെ ചില അഭ്യാസമൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവില്ല. അഭ്യാസം അല്ല, അത് ആ സമയത്ത് ഒരു പ്രത്യേക എനർജിയാണ് മനുഷ്യർ. കുപ്പിച്ചില് ചാടിയാലും ഒറ്റ കുപ്പിച്ചില് പോലും കായ് കൊള്ളത്തില്ല. അനുഭവമാണ്. ഇലക്ട്രിസിറ്റിയുടെ മതിലി ആടിയപ്പോഴത്തേക്ക് ട്യൂബ് അട്ടിയിട്ട് വെച്ചിരിക്കുകയായിരുന്നു അവിടെ. പഴയ ട്യൂബ്, പീസായ ട്യൂബ് വീട്. അത് അപ്പറന്ന് ഒരു ബോട്ടലെന്ന് പറഞ്ഞാൽ പടപടാതെ ബോട്ടലായിരുന്നു. ഒന്നും പറ്റിയില്ല, എല്ലാം കീറി പറഞ്ഞു കാണുമെന്ന് വിചാരിച്ച, പക്ഷെ ഒന്നും സംഭവിച്ചില്ല. ഒരു പോറല് പോലും. അപ്പൊ എന്നിട്ട് ഈ വീട്ടിനകത്ത് എങ്ങനെ കയറി? ജനല് കമ്പി വളച്ചു. കമ്പി വളച്ച് അകത്ത് ചെന്ന് അകത്തിറങ്ങിയപ്പോൾ അവിടെ 2 പട്ടികൾ വീട്ടിനകത്ത്. ഒന്ന് കുറച്ച് നീളമൊക്കെ ഉള്ള പട്ടി, ചെറിയ തറയിൽ കിടക്കുന്ന. ഒന്ന് മറ്റേ പൊമ്മേറി. ഈ നീളമുള്ള പട്ടി ഭയങ്കര ഗൗരവക്കാരനാണ്, അത് എന്നൊക്കെ വെക്കുന്നുണ്ട്. പൊമ്മേറി വളരെ ശാന്തമായിട്ട് പറഞ്ഞു, നീ ഒന്നും മിണ്ടണ്ട, നമ്മളാളെ പറഞ്ഞു, ഇല്ലെങ്കിൽ അങ്ങനെ പരിക്കാത്തൊന്നും മിണ്ടണ്ടെന്ന് ഈ വെള്ളപ്പട്ടി മറ്റേ പട്ടി എടുത്ത് പറഞ്ഞു കൊടുത്തു. എന്നിട്ട് ഈ
പാല് കാച്ച് നടക്കുന്ന വീട്, ഹൗസ് വാമിങ് നടക്കുന്ന വീട്ടിലെ അതിഥികൾ വരുമ്പോൾ ഇത് ഇന്ന മുറി, ഇത് ഇന്ന മുറി, ഇത് ഇന്ന മുറി എന്നൊക്കെ ഇങ്ങനെ കാണിച്ചു കൊടുക്കും. അതുപോലെ ഈ വെള്ളപ്പട്ടി മറ്റേ പട്ടിയായിട്ട് നടന്നു കാണിച്ചു തരികയാണ്. ആള് യജമാൻ കിടക്കുന്ന മുറി, അതായത് AC പുറത്ത് മുകളിൽ ആ മുറി എന്നുണ്ടെങ്കിൽ രണ്ടുപേരും കൂടെ പുറത്തോട്ട് കുണിയും മാറുക. അപ്പം അതിലാളുണ്ട്, ബാക്കി ഒന്നിലും ആളില്ല എന്ന് മനസ്സിലായി. ഈ പട്ടിയൊക്കെ മയക്കുന്നത് എങ്ങനെയാ? അതിന്റെ ടെക്നിക്ക് എങ്ങനെയാ? അത് ഇത് കഴിഞ്ഞിട്ട് അത് വേറൊരു പട്ടികളെ മയക്കുന്നില്ല, പട്ടികൾ ആ വീട്ടിൽ കാണത്തില്ല ഏത് പട്ടിയായാലും. അതൊരു ടെക്നിക്കലാണ്, ഇന്ന് വരെ പറയാത്ത ടെക്നിക്കൽ. അതൊന്ന് പറയണ, അത് പറയത്തില്ല. ഞാൻ പറഞ്ഞില്ലെങ്കിൽ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഉടൻ പരിശോധിക്കും, ഉടൻ പരീക്ഷണം നടത്തും. ആ പരീക്ഷണം MBAക്കും ചെയ്യും. ആണല്ലേ? ഒത്തിരി പേർക്ക് അവാർഡ് ഉണ്ടാക്കും. ഒരുപാട് പേർക്ക് അവാർഡ് ഉണ്ടാക്കും. എന്നാ പിന്നെ പോട്ടെ. അപ്പൊ എന്നിട്ട് ഈ വീട്ടിൽ കയറിയിട്ട് വല്ലതും കിട്ടിയോ? ഈ വീട്ടിൽ നിന്നും ഈ ഒരു ഓട്ടോമാറ്റിക് അബ്ബാലിമ എന്ന് പറഞ്ഞൊരു ഓട്ടോമാറ്റിക് ക്യാമറ, റോളസ് വാച്ച്, 2 റോളസ് വാച്ച്, ഒരു ലേഡീസിന്റെ ഒരു ജെന്റ്സിന്റെ വാച്ച്, 1300 രൂപ. വലിയ കാശായിരുന്നല്ലോ അന്ന്. അത്രയും കിട്ടി. പിന്നെ കുറെ തുണിയും, പുതിയ തുണികളാണ് വരയുന്നത്. അതൊക്കെ എടുത്തോണ്ട് ഇറങ്ങി. വന്ന വഴിയെ തന്നെയാണ് ഇറങ്ങിയത്. താഴെ വന്ന് രണ്ടാമത്തെ നിലയിൽ നിന്ന് താഴെ വന്നു. താഴെ അടുക്കള വാതിൽ ആ സൈഡിൽ വന്നു. വാതിൽ വന്ന് പുറത്ത് നോക്കിയപ്പോൾ മുമ്പേ നിന്ന 2 പേരും അവിടെ ഉണ്ട്. ഓ ശരി. പുറത്തു വന്നവരെ? പുറത്തു വന്ന് 2 പേരും ആ വാതിൽ ഇരിപ്പുണ്ട്. നോക്കി ഈ പെട്ടി അവിടുന്ന് ഞാൻ ഒരു പെട്ടി എടുത്തായിരുന്നു, തുണിയൊക്കെ വെച്ചിരിക്കുന്നു. പുറത്തോട്ട് വെട്ടിയെടുത്ത് പുറത്തോട്ട് വരികയാണെങ്കിൽ ഇവ മൂളും, മറ്റന്മാരും ഇങ്ങോട്ട് അടുക്കും. നമ്മൾ ചുമ്മാ എന്നാൽ അവരും സൈലന്റ്, ഇവരും സൈലന്റ്. നമ്മൾ പുറത്തോട്ട് പോകാനുണ്ട് തുനിഞ്ഞാൽ അവന്മാരും മുറുകും, ഇവന്മാരും മുറുകും. വിഷമിച്ചു പിടിയല. മണി 2:30-3 മണി കഴിഞ്ഞു. സമയം കള്ളനായ 1.5 മണിക്കൂറേ കിട്ടും. അത് ഏത് സമയമാണ് ഇപ്പൊ പറയണോ? പറഞ്ഞു. 1:15-നും 2:20 ഇടയ്ക്കുള്ള, അതായത് കഷ്ടിച്ച് 1 മണിക്കൂർ, ഒരു നാഴിക നേരം. അന്ന് സാറിനെ തന്നെ എടുത്ത് മാറ്റി കിടത്തി സാർ അറിയത്തില്ല. ആണല്ലേ? അത് വിയ്യൂരിന്ന് പഠിച്ചതാ. ശരി. എന്താ ചെയ്യും, ഒരു നിവർത്തിയുമില്ല. ഞാൻ നേരം വെളുത്തുക കഴിഞ്ഞ 3 മണി കഴിഞ്ഞ് പിന്നെ ബസ് റൂട്ടാ, തൊട്ട് ഹെവി റൂട്ടുവാ. ഞാൻ ആദ്യം ഒരുപാട് പോയില്ല. അകത്തോട്ട് ചെന്ന് അടുക്കളയുടെ അടുത്ത് പോയി തന്നെ ഫ്രിഡ്ജ് ഇരിപ്പുണ്ട്. പ്രജു കൊണ്ട് ഒരു 3/4 കുപ്പി അണിബി ബ്രാൻഡി ഉണ്ട്, ആപ്പിളുണ്ട്, മുന്തിരിങ്ങയൊക്കെ ഇരിപ്പുണ്ട്, പാല്, പിന്നെ ഈ നെയ്യ്, അതൊക്കെ ഉണ്ട്. ആദ്യം കുപ്പി എന്നെ എടുത്ത് വെള്ളം പോലും ചേർക്കാതെ ഒന്ന് പിടിച്ചിട്ട് ആലോചിച്ചു. അടുക്കളയിൽ ചെന്നപ്പം അടുക്കളയിലൊരു ചട്ടിക്കകത്ത് വേറൊരു ചട്ടി വെച്ച് അടച്ചിട്ട് അതിനകത്ത് ഗോതമ്പ് മാവ് പശ വെച്ച് ഒട്ടിച്ചിരിക്കുന്നു. അതൊരു പ്രത്യേക മെത്തേഡാണ്. ഈ മീൻകറി വെച്ച് 5 ദിവസം 6 ദിവസം അനങ്ങാതിരുന്നു വേണം. എന്നിട്ട് ഭയങ്കര രുചിയാണ്. അത് ഈ നാട്ടിലുള്ള പാലാക്കാരുടെ ഓപ്പറേഷനാണ്. അത് മർത്തമ്മക്കാരുടെ പഴയ ഒരു കറിയാണ്. കുടംപുളിയൊക്കെ ഇട്ട കറി. അതെ. അതിങ്ങനെ അതാണ് ഈ മനസ്സിൽ ഉടനെ തന്നെ പൊട്ടിച്ചു നോക്കി ചെയ്യാണ്. തട്ടി നോക്കിയപ്പോൾ കറക്റ്റ് വിരലിട്ട് കൈ അങ്ങോട്ട് ഇട്ടു. കറക്റ്റ് വലിയ അയില, നല്ല അയില, ഒരയില അങ്ങ് തിന്നു. ബ്രാൻഡി അടിച്ചത് ബാക്കി അവിടെ എടുത്തിട്ടിരിക്കുക. അത് എടുത്ത് ഇങ്ങോട്ട് മാറ്റി വെച്ചിട്ട് ഈ കറച്ചട്ടി കയ്യിലോട്ട് എടുത്ത് നേരെ വാതിലിൽ ചെന്നു. കറച്ചട്ടി എടുത്തോണ്ട് നേരെ വാതിലിൽ ചെന്ന് അങ്ങോട്ട് ഒരെണ്ണം ഇട്ട് കൊടുത്തു. വാതിലിൻ്റെ എടുത്തു. മറ്റവന്മാർ 2 പേർക്ക് ഇട്ട് ഒരെണ്ണം അകത്തിരിക്കുന്നവന്മാർക്ക് കൊണ്ട് കൊടുത്തു. അകത്തിരിക്കുന്ന വെള്ളപ്പട്ടി ആദ്യം തന്നു. മറ്റൊന്ന് സംശയിച്ചപ്പോൾ ഇത് പറഞ്ഞു തിന്നടാ, കുഴപ്പമൊന്നുമില്ല, നമ്മുടെ ആളാണ് തിന്നുന്നത്. ഇവർ 2 പേരും തിന്നുന്നുണ്ടെങ്കിൽ അവർ 2 പേരും കൂടെ കയറി അകത്തോട്ട് കയറി തിന്നാൻ തുടങ്ങി. അടുത്തടുത്തിട്ട് ഒരു 3 എടുത്തിട്ട് ബാക്കി കഴിഞ്ഞപ്പോഴത്തേക്ക് നേരെ ബാത്റൂമിനടുത്ത് ചെന്നു. ചട്ടിയോടെ അങ്ങ് ബാത്റൂമിലോട്ട് വെച്ച് കൊടുത്തു. എല്ലാവരും വേണമെങ്കിൽ ബാത്റൂമിലോട്ട് കയറി അടച്ചുകൂട്ടി. ഇത് കഴിഞ്ഞ് പോയിരുന്നു. അതാണ് ഒരു ത്രില്ലിങ് കേസ്.